തുടരുകയാണ്. സായി, ഇപ്പോൾ നമ്മൾ ലൈവ് സ്ട്രീമിംഗ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നാസയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? വിനീത, നേരത്തെയുള്ള കൗണ്ട് ഡൗൺ അതുപോലെ തന്നെ തുടരുകയാണ്. 2:40 കൂടിയായിരിക്കും നാസ ആ കൗണ്ട് ഡൗൺ അവസാനിപ്പിച്ച ദൃശ്യങ്ങൾ നൽകി തുടങ്ങുക. അപ്പോഴാണ് ആ ബേൺ പ്രക്രിയ ആരംഭിക്കുന്നത്. പിന്നീട് 3 മണിയോടുകൂടി തന്നെ ഫ്ലോറിഡയിലെ കടലിടുക്കിൽ ഇത് വന്ന് പതിക്കുകയും അതിനുശേഷം അതിവേഗത്തിൽ ഇവരെയും വഹിച്ചുകൊണ്ടുള്ള കപ്പൽ വ്യൂഹം ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്യും. ആ സമയം ഇവർ ഭൂമിയെ തൊടുന്ന ആ നിമിഷം തൊട്ട് പിന്നെ അങ്ങോട്ട് വളരെ വളരെ സങ്കീർണമാണ്, വളരെ വളരെ നിർണായകവുമാണ്. അതിനുള്ള എല്ലാ സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട് എന്ന് നാസ പറയുകയും ചെയ്തു. പക്ഷേ നേരത്തെ വിനീത തന്നെ സൂചിപ്പിച്ചതുപോലെ കൽപ്പന ചൗള അടക്കമുള്ള ചില ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ആശങ്കയ്ക്കും വകയില്ല എന്ന് തന്നെയാണ് നാസ പറയുന്നത്. ഇതുവരെ എല്ലാം പെർഫെക്റ്റ് ആണ്. നേരത്തെ രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 17 മണിക്കൂർ ദൗത്യം എന്നുള്ളതാണ് നാസ ഇതിനെ വിശേഷിപ്പിച്ചത്. ആകാശക്കുന്ന് കീഴടക്കി അവർ വരുന്നു എന്നാണ് നാസ ഈ ഒരു ദൗത്യത്തെ വിശേഷിപ്പിച്ചത്. അത്രമേൽ അവരും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട്. 8:30 ഇന്ന് ഹാച്ചിങ് ക്ലോഷർ ആരംഭിച്ചത്. ഡ്രാഗൺ പേടകം നിലയവുമായി ബന്ധപ്പെടുത്തുന്ന കവാടം അടയ്ക്കുന്നു. അതൊക്കെ നമ്മൾ തത്സമയം കണ്ടതാണ്. 10:15 അൺഡോക്കിംഗ് തുടങ്ങുന്നു. നിലയുമായി വേർപെടുത്താനുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം. 10:30 അൺഡോക്കിംഗ് പൂർണ്ണമാകുന്നു. അതോടുകൂടി ആ ദൗത്യം എന്ന് പറയുന്നത് പ്രാഥമികമായി തന്നെ വിജയിക്കുന്നു. പിന്നീട് അങ്ങോട്ടാണ് 17 മണിക്കൂർ സമയം എന്നുള്ളൊരു നിശ്ചയിച്ചത്. അതും ഈ ഒരു പ്രക്രിയയെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകമാണ്. ഇനി ഡിയോർബിറ്റ് ബേൺ പ്രക്രിയയാണ് ഇനി ഇതിൽ നടക്കാനുള്ളത്. ആ സമയത്ത് വളരെ കൂടിയ ചൂട് ഉണ്ടാകും. ഈ പേടകത്തെ തന്നെ പൊതിയുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും, ഈ ചൂടിൽ നിന്ന് അവരെ പ്രതിരോധിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെയുണ്ട്. വളരെ വേഗത്തിലായിരിക്കും ഈ ഭൂമിയിലേക്ക് ഇത് പതിക്കുന്നത്. 3:30 കൂടി ഏകദേശം 3 മണിക്ക് ശേഷം തന്നെ പേടകം ഭൂമിയിൽ പ്രവേശിക്കും. ആ സമയത്ത് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്ന 4 പാരച്യൂട്ടുകളുണ്ട്. അതിൽ 2 പാരച്യൂട്ടുകൾ, അതിൽ 6 കിലോമീറ്റർ അടുത്തെത്തുമ്പോൾ തന്നെ ആദ്യ പാരച്യൂട്ട് പുറത്തേക്ക് വീഴും. പിന്നീട് 1.8 കിലോമീറ്റർ ഉള്ളപ്പോഴാണ് അടുത്ത പാരച്യൂട്ട്. അങ്ങനെ 4 പാരച്യൂട്ടുകളിലൂടെ ആയിരിക്കും ഈ പേടകം പിന്നീട് അതിൻ്റെ വേഗത ക്രമീകരിച്ചുകൊണ്ട് ഈ കടലിലേക്ക് പതിക്കാൻ പോകുന്നത്. ആ സമയത്ത് തന്നെ അവിടെ തയ്യാറാക്കിയിട്ടുള്ള കപ്പലടക്കമുള്ള സജ്ജീകരണങ്ങളിൽ വളരെ വേഗത്തിൽ ഈ പറയുന്നത് സുനിത വില്യംസിനെയും ബുഷ്മിൽമോറിനെ അടക്കമുള്ള ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ ഇതിനോടകം തന്നെ സജ്ജമാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞു വന്ന എല്ലാ ക്രമീകരണങ്ങളും അതാത് സമയമനുസരിച്ച് തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ തത്സമയ വിവരങ്ങൾ നാസ തന്നെ വളരെ വേഗത്തിൽ അപ്ഡേറ്റ് ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ കൗണ്ട് ഡൗൺ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട് വിനീത.